ഗുഡ് ഈവനിങ്, വെൽക്കം ടു ഓട്ടോ സ്റ്റാർക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു നെക്സോൺ ആണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ എൻകാപ്പിൽ ആദ്യമായി 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയായിരുന്നു നെക്സോൺ. സോ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് നെക്സോൺ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമുക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ കണ്ണിലൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് എക്സ്റ്റീരിയറിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അതായിരുന്നു നമ്മുടെ ഫുൾ തോട്ട് വന്നിരുന്നത്, എങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ചിന്തിച്ച് ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിരുന്നു നമ്മൾ യെല്ലോ കർവിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെറൈറ്റി കൊണ്ടുവരാം, അതായിരുന്നു നമ്മൾ ചിന്തേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ടെർക്കോയിഷ് ബ്ലൂക്ക് എത്തുന്നത്. ടെർക്കോയിഷ് ബ്ലൂവിൽ തന്നെ നമുക്ക് എങ്ങനെ വെറൈറ്റി ആക്കാം. അപ്പോഴാണ് അതിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കൊടുന്നെങ്ങനെ ഉണ്ടാവും. ഈ ഡ്യുവൽ ടോൺ ഉദ്ദേശിക്കുമ്പോൾ ബ്ലാക്ക് വിത്ത് ടെർക്കോയിഷ് ബ്ലൂ അല്ല, ടെർക്കോയിഷ് ബ്ലൂവിൽ എങ്ങനെ ഡ്യുവൽ ടോൺ കൊണ്ടുവരാം. നമുക്ക് നോക്കിയാൽ കാണാം പെയിൻറ്റ് എപ്പോഴും ഒരു ഡ്യുവൽ കളറാണ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ നമുക്ക് നോക്കുമ്പോൾ ഒരു കൗതുകം നമുക്കതിൽ ഫീൽ ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, എല്ലാം നമ്മൾ ഡിഫ്യൂസേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് കൊടുത്തിട്ടുള്ളത് ഈ ബ്ലൂ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനാണ്, ഗ്ലോസി ബ്ലാക്കാണ്. സൈഡത്തെ ക്ലാഡിങ് ആയിക്കോട്ടെ, ബാക്കിലത്തെ ഡിഫ്യൂസർ ആയിക്കോട്ടെ, എല്ലാം അത് നമ്മൾ ഈ സെയിം അതുപോലെ നമ്മൾ റൂഫിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലത്തെ റെയിലൊക്കെ എനിക്ക് മനസ്സിലാവും, അത് നമ്മളെല്ലാം കൊടുത്തിട്ടുള്ളത് വിത്ത് ഡ്യുവൽ ടോൺ നമ്മൾ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ സൈഡിൽ വരുന്ന ഇതായിക്കോട്ടെ എല്ലാം നമ്മൾ ആ ഒരു കളർ ടോണാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അലോയ്സ് ആയിക്കോട്ടെ 17 ഇഞ്ച് നമ്മൾ അപ്സൈസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ അലോയ്സ് ഇട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ എല്ലാവരും ചോദിക്കുന്നത് അടുത്തൊരു ചോദ്യമാണ്, എങ്ങനെ ഈ ടെർക്കോയിഷ് ബ്ലൂ മാത്രമാണ് ഡ്യുവൽ ടോണിൽ, നമുക്ക് വേറെ വല്ല കളർ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇഷ്ടംപോലെ പ്ലെൻറ്റി ഓഫ് കളേഴ്സ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വളരെ കുറച്ച് എക്സാമ്പിൾസേ ഉള്ളൂ, എന്നാൽ പോലും നമ്മുടെ വാളിൽ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് അതുപോലത്തെ ഡ്യുവൽ ടോൺ കളർ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. ഇനി നമുക്ക് അടുത്തത് എന്താ അറിയേണ്ടത്, ഇൻറ്റീരിയൽ എന്താ ചെയ്തിട്ടില്ല, നമുക്ക് ഇൻറ്റീരിയറിൽ പോവാം വായു. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറാം. ഇൻറ്റീരിയറിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നോർമലി നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴത്തെ വരുന്ന ഒരുവിധം എല്ലാ വണ്ടികളിലും ഇൻറ്റീരിയർ വരുന്ന വൈറ്റ് കളറിലാണ്, എന്നാൽ പല സ്പോർട്സ് കാറിലും വരുന്ന ഇൻറ്റീരിയർ ബ്ലാക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് എങ്ങനെ നമ്മുടെ വണ്ടി ഇതുപോലെ സ്പോർട്ടി ലുക്കാക്കി എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ കുറേ കാലം കുറേ വർക്കുകൾ നിങ്ങൾക്ക് മുന്നേ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ നെക്സോണിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം വണ്ടി ആകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി വെറൈറ്റി വേണം, അത് ക്ലാസ് ആയിരിക്കണം. അങ്ങനെയാണ് നമ്മളത് നോക്കി ട്രൈ ചെയ്ത് നമുക്ക് ഈ എക്സ്റ്റീരിയർ കളറിന് ഒരു മാച്ച് വരണം, എന്നാൽ നമുക്ക് ഇൻറ്റീരിയറിൽ ഈ സ്പോർട്ടി ലുക്കും വരണം. അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് നമ്മൾ ബ്ലാക്കിൽ തന്നെ കൊടുത്തു, നമുക്ക് ബ്ലാക്ക് തന്നെ മതി. എന്നാൽ ബ്ലാക്കിൽ നമുക്ക് ഈ ബ്ലൂ ടെർക്കോയിഷ് ബ്ലൂ കളർ വരും വേണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഫസ്റ്റ് നമ്മുടെ നോട്ടം പോകുന്ന എവിടേക്കാണ്, സീറ്റിലേക്കാണ്. സീറ്റ് എങ്ങനെ നമുക്കൊരു വെറൈറ്റി ആക്കാം. സീറ്റിൽ നമ്മളൊരു പാറ്റേൺ നമ്മൾ ചൂസ് ചെയ്തു, അതിൽ കുറച്ച് കസ്റ്റമൈസ് ചെയ്തു. അതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമുക്കിവിടെ സീറ്റിലെ ലെക്സോണിൻ്റെ ഹെഡിൽ നമ്മൾ അതിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാം, നമുക്ക് സെയിം അതിൻ്റെ ബ്ലൂ ടെർക്കോയിഷ് ബ്ലൂ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്താലും ഇനി എന്ത് ചെയ്യാം, ഇനി എവിടെ ആഡ് ചെയ്യാം. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്ത് നമ്മളിതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ റിസർച്ചും എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ സീറ്റിൽ പെർഫറേഷൻ വരുന്നുണ്ട്. കാരണം ഓൾറെഡി വെൻറ്റൈൽ സീസൺ വരുന്നത്, സോ അപ്പോൾ നമുക്ക് പെർഫറേഷൻ എന്തെങ്കിലും വേണം. ഈ പെർഫറേഷൻ്റെ ഉള്ളിൽ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ കുറേ പ്രീമിയം വണ്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് കോഴ്സ് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ, നമുക്ക് ഏത് വണ്ടിക്കും വേണ്ടി ചെയ്യാം. അങ്ങനെ നമ്മളത് കുറച്ച് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം, ഇതിൻ്റെ ഒക്കെ പെർഫറേഷൻ്റെ ഉള്ളിലും സെയിം ബ്ലൂ കാണാം. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് സെയിം ഇതിൽ നിന്ന് ഡോർ പാഡിലായിക്കോട്ടെ, നമ്മുടെ സെൻറ്റർ കൺസോളിലായിക്കോട്ടെ, നമ്മുടെ ആംബ്രസ്റ്റിനുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് എവിടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കത് എവിടെയാണ് ലെതർ നമുക്ക് കൊടുക്കേണ്ടത് അതനുസരിച്ച് കസ്റ്റമൈസ് തീർക്കാം. അപ്പോൾ നമ്മൾ സീറ്റ് പറഞ്ഞ പോലെ തന്നെ അടുത്ത് നമുക്ക് എന്താണ് വെറൈറ്റി വേണ്ടത് നമുക്ക് നോക്കുമ്പോൾ റൂഫാണ്. അപ്പോൾ റൂഫിൽ നമുക്ക് എന്താണ് അടുത്ത് വെറൈറ്റി ചെയ്യാൻ പറ്റുക. എല്ലാവരും നമ്മൾ ഇതിന് മുന്നേ കുറേ വീഡിയോയിൽ നമ്മൾ റൂഫ് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫാബ്രിക്കാണ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാറ്. പക്ഷേ കുറേ കസ്റ്റമേഴ്സ് നമ്മൾ ചോദിച്ചിരുന്നു, നമുക്ക് ലെതർ പറ്റുമോ റൂഫിൽ ചെയ്യാനുള്ള കാര്യം. നമ്മളത് കാരണം ലെതർ കുറച്ച് വെയിറ്റ് കൂടിയതുകൊണ്ട് റൂഫിൽ ചെയ്യാൻ കുറച്ച് അത്ര എളുപ്പമല്ല. പക്ഷേ അതിന് വേണ്ടി നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്, അതുപോലെ തിന്നായിട്ടുള്ള ലെതർ നമ്മൾ സെയിം ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ലെതറാണ് റൂഫ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ലെതറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സ്റ്റാർ ലൈറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കി നമ്മൾ റൂഫിൽ കാണാം, സ്റ്റാർ ലൈറ്റ്സ് കാണാം. ഈ നോർമൽ സ്റ്റാർ ലൈറ്റ്സ് ഇതല്ലാതെ
ഞങ്ങളുടെ കൊച്ചിയിലുള്ള ഓട്ടോസ്റ്റാക്കിൻ്റെ ഷോറൂം വന്നാൽ നമുക്ക് ഇവിടെ ഓൾറെഡി ഡെമോ വെച്ചിട്ടുണ്ട്. ട്വിങ്ക്ലിംഗ് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്, ട്വിങ്ക്ലിംഗ് സ്റ്റാർ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ആകാശത്ത് കാണുന്ന പോലെ തന്നെയുള്ള ലൈറ്റ്സുകളോട് വെച്ചിട്ടുണ്ട്. ഇനി ഇതും പോരാതെ നമ്മൾ ലേറ്റസ്റ്റ് പുതിയത് ഒരു ഷൂട്ടിംഗ് സ്റ്റാർസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ലേറ്റസ്റ്റ് നമ്മളിവിടെ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ അതും നമ്മളൊരു വെറൈറ്റി ആക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യം വരുന്നത് ഇൻറ്റീരിയർ ഡാഷ്ബോർഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. നമ്മളപ്പോൾ ഇതിൽ നോക്കി കാണാം, നമ്മളൊരു ആംബിയൻ ലൈറ്റ് അഡീഷണൽ കൊടുക്കും. നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, നമുക്ക് ഏത് വേണം കളർ ടോണിക്ക് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കൂട്ടാം കുറയ്ക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ നോർമൽ നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു കൊടുത്തിട്ടുള്ളൊരു ഫിനിഷാണ്, ഒരു ശരിക്കും പറയുന്നത് ഫോർജ്ഡ് എന്ന് പറയും, ഫോർജ്ഡ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഈ ടെർക്വിഷ് ബ്ലൂ നമ്മൾ എക്സ്ട്രാ കൂടുന്നു എന്ന് മാത്രം. അതാണ് നമ്മളതിൻ്റെ ചെയ്തിട്ടുള്ളത്. സെയിം അതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ കൺസോൾ പറയുമ്പോൾ ഗിയർ നോബ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ക്രിസ്റ്റൽ നോബാണ് വെച്ചിട്ടുള്ളത്. അത്രയാണ് നമുക്ക് ഡാഷ്ബോർഡിൽ നമുക്ക് പറയാനുള്ളത്. ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ഇപ്പോൾ ഇത് ഈ നമ്മളെല്ലാം കാണുന്നതാണ്, കേൾക്കും കൂടി വേണ്ടേ. അപ്പോൾ എന്താണ് ഓഡിയോ എല്ലാവരും ചോദിക്കാറുണ്ട്, എപ്പോഴും നോക്കിയാൽ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണുന്നത്, എന്നാൽ ഓഡിയോ പറ്റുമൊന്നും പറഞ്ഞ് കേൾക്കുന്നില്ല എന്ന കാര്യം. ഇതിൽ നമ്മൾ കുറച്ച് ഓഡിയോൻ്റെ റിലേറ്റഡ് നമ്മൾ കുറച്ച് അധികം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒസെയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. അതിലെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ 3-way കോമ്പൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പില്ലറിൽ നമുക്കിങ്ങനെ കാണാം. നമ്മൾ പില്ലറിൽ നമ്മളിത് മോൾഡ് ചെയ്ത് എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ്. അതും നോർമൽ രീതിയിൽ കട്ട് ചെയ്തിട്ടോ അല്ല, നിങ്ങൾക്ക് നോക്കിയാൽ ഈ പക്ക ഇൻബിൽഡ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളത്. അത് നമുക്കിവിടെ പല ഫിനിഷിങ് ചെയ്തെടുക്കാം. നമുക്ക് ഫൈബറിൽ നമുക്ക് മോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്ലാസ്റ്റിക്കിൽ ചെയ്യുന്നതുണ്ട്, നമുക്ക് പല സൈസ് നമുക്ക് ആക്കിയെടുക്കാം, കുഴപ്പമില്ല. നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ അതിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ അതിൽ 2-way സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയറിലേക്ക് വന്നാൽ റിയറിൽ നമ്മൾ 2-way കോമ്പൗണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ആംപ്ലിഫയർ വിത്ത് DSP ആയിട്ടുള്ള 6 ചാനലാണ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഓരോ നോട്ട്സും നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി നമുക്ക് കേൾക്കാം. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഡാമ്പിങ്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡോറും അതുപോലെ തന്നെ നമ്മൾ ബൂട്ടും ഡാമ്പ് ചെയ്തിട്ടുണ്ട്. അതും ചെയ്തിട്ടുള്ള സെയിം ഒസൈലിൽ തന്നെയാണ്. അതിലും പറയേണ്ടത് നോർമൽ നമ്മൾ ഡാമ്പിങ് ചെയ്യുന്ന ഷീറ്റ്സ് എല്ലാം വരുന്നത് ടാറാണ് വരുന്നത്. ഇത് കുറേ നാൾ കഴിയുമ്പോൾ പതുക്കെ അതിൻ്റെ ടാർ ഉരുകി തുടങ്ങും. കുറേ ഇഷ്യൂസ് നമുക്ക് വരാറുണ്ട്. ഒസൈലിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള കംപ്ലീറ്റ് അലുമിനിയാണ്, അതുപോലെ റബ്ബറാണ് അതിനുള്ളിൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പക്ക അത് ഹാർഡായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് കംപ്ലൈൻസും വരുന്നില്ല. സൗണ്ട് നല്ല എബ്സോർബ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ നമുക്ക് പുറത്തേക്ക് കിട്ടും. അതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അണ്ടർ സീറ്റ് സബ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഒരു ഹൈ എൻഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ലോ എന്നും പറയാൻ പറ്റില്ല. തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു ഓഡിയോ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെ വീഡിയോയിൽ പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നേരിട്ട് നിങ്ങൾക്ക് കേൾക്കുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾ വീഡിയോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നേരിട്ട് ഇനി ഈ വണ്ടിയുടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇത് പറയുന്ന പോലെയല്ല, 10 സ്പീക്കറും ഒരു സബ് വൂഫറും വെച്ചിട്ടാണ് നമ്മളത് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് കൂടെ 6 ചാനൽ DSP. ഈ 6 ചാനൽ DSP ഡിജിറ്റൽ സൗണ്ട് പ്രോസസ്സർ നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത്, നമുക്ക് എല്ലാ നോട്ട്സും അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വായോ, നിങ്ങൾക്ക് വണ്ടി എവിടെ കാണാൻ പറ്റും. ഓഫ് കോഴ്സ് ഓട്ടോസ്റ്റാക്കിൽ വണ്ടി ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഓഡിയോ ചെയ്യണം, നിങ്ങൾക്കൊരു നല്ലൊരു ലെസൺ കിട്ടും. അതനുസരിച്ച് നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനും ഡീറ്റെയിൽ ആയിട്ട് ഇതിനും വെറൈറ്റി ആയിട്ട് വണ്ടി നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.